UDF 51. കൊച്ചിയിൽ KJ മാക്സിന്റെ ലീഡ് 147. കൊച്ചിയിൽ KJ മാക്സ് 147 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കൊച്ചിയിൽ KJ മാക്സി അവിടുത്തെ നിലവിലെ MLA ആണ്. കുഞ്ഞാലിക്കുരുടെ ലീഡ് 213 ഉയർന്നിരിക്കുന്നു. മലപ്പുറത്ത് എറണാകുളത്ത് UDF ആണ് ലീഡ് ചെയ്യുന്നത്. കൊച്ചിയിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. തൃക്കാക്കര UDF 93 വോട്ടിന് VS ജോയിയുടെ ലീഡ് 28. വർക്കലയിൽ VS ജോയ് 28 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. പോസ്റ്റൽ വോട്ട് ട്രെൻഡ് LDFന് അനുകൂലം പ്രതീക്ഷിച്ചതനുസരിച്ചെന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചിരിക്കുന്നു. ആദ്യ പ്രതികരണം MV ഗോവിന്ദന്റെ ഇന്ന് വരികയാണ്. പ്രതീക്ഷയ്ക്കനുസരിച്ചാണ് പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ ഫലം വരുന്നതെന്ന് MV ഗോവിന്ദന്റെ പ്രതികരണം. പ്രതീക്ഷയ്ക്ക് ഒരു മാറ്റവുമില്ല. നല്ല വിജയം തന്നെ LDF നേടുന്നു. സുധീർ ഷാ പാലോട് UDF സ്ഥാനാർത്ഥി 2 വോട്ടുകൾക്ക് മുന്നിൽ. വാമനപുരത്ത് സുധീർ ഷാ പാലോട് 2 വോട്ടുകൾക്ക് മുന്നിൽ എന്ന ഒരു കണക്ക് കൂടി പുറത്തുവരുന്നു. തിരുവമ്പാടിയിൽ ലിൻഡോ ജോസഫ് 28 വോട്ടുകൾക്ക് മുന്നിൽ. തിരുവമ്പാടിയിൽ ലിൻഡോ ജോസഫ്, വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി 65. യെസ്, കളമശ്ശേരിയിൽ ഇപ്പോൾ ലീഡ് LDF തിരികെ പിടിക്കുന്നു. 51 വോട്ടുകളുടെ ലീഡ് പിടിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നു. കോന്നിയിൽ LDF ഇല്ലേ, ജനീഷ് കുമാർ ലീഡ് ചെയ്യുന്നു. ഷൊർണൂരിൽ LDFന്റെ മമ്മിക്കുട്ടി ലീഡ് ചെയ്യുന്നു. എന്തായാലും ആറന്മുളയിൽ അബിൻ വർക്കിയുടെ ലീഡ് 107 ആയി. ആറന്മുളയിൽ അബിൻ വർക്കിയുടെ ലീഡ് 107 ആയി. ആറന്മുളയിൽ അബിൻ വർക്കി വീണ ജോർജിനേക്കാൾ 107 വോട്ടുകൾക്ക് മുന്നിൽ. പഴകുളം മധുവിന്റെ ലീഡ് റാന്നിയിൽ 158 ആയി. പഴകുളം മധുവും അവിടെ ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയിലെ 2 മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു. നമുക്കറിയാം LDFനൊപ്പം നിന്ന മണ്ഡലങ്ങളാണ്. പിണറായി വിജയൻ ലീഡ് 340 കടന്നിരിക്കുന്നു. പിണറായി വിജയൻ ധർമ്മടത്ത് 340 വോട്ടുകൾക്ക്. ആദ്യ അരമണിക്കൂർ പിന്നിടുമ്പോൾ സംസ്ഥാനത്തിന്റെ ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രം വളരെ വ്യക്തമാണ്. മുൻകാലങ്ങളിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കൃത്യമായ മെജോറിറ്റി കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതല്ല, ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രമാണ്. 58-50 കൗണ്ടിംഗ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവമ്പാടിയിൽ സിറ്റിംഗ് സീറ്റ് LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ മിക്കയിടങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണി തുടങ്ങാൻ പോവുകയാണ്. പലയിടങ്ങളിലും എണ്ണി തുടങ്ങി. പാലായിലെ നേരത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് LDF ആണ്. 58 സീറ്റുകൾ. പുതിയ അപ്ഡേറ്റ്, മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ലീഡ് തുടരുകയാണ്. 200 വോട്ടിന്റെ ലീഡ് മഞ്ചേശ്വരത്തുണ്ട്. ഒപ്പം കാസർഗോഡ് അശ്വിനിക്കും ലീഡുണ്ട്. അങ്ങനെയെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ 2 മണ്ഡലങ്ങൾ BJP ആണ്. സതീശന്റെ ലീഡ് 110 ആയി. പറവൂരിൽ 110 വോട്ടുകൾക്ക് സതീശൻ മുന്നിൽ എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ധർമ്മടത്ത് 240 കഴിഞ്ഞ് പിണറായിയുടെ ലീഡ്. കളമശ്ശേരിയിൽ P രാജീവ് 51 വോട്ടുകൾക്ക്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ 200 വോട്ടിന്റെ ലീഡ്. മഞ്ചേശ്വരം K സുരേന്ദ്രൻ 200 വോട്ടിന്റെ ലീഡ് നേടുന്നു. വിമത ശബ്ദം അശ്വിനി BJP ലീഡ് ചെയ്യുന്നു. പയ്യന്നൂരിൽ വിമത ശബ്ദം ഉയർന്ന സീറ്റിൽ ഇപ്പോൾ മധുസൂദന്റെ ലീഡ് 61. ഒപ്പം സണ്ണി ജോസഫ് പേരാവൂരിൽ 99 ലീഡ് നില ഉയർത്തിയിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നു. സണ്ണി ജോസഫ് അടൂരിൽ ശാന്തകുമാർ 170 വോട്ടുകൾക്ക്. CV ശാന്തകുമാർ ലീഡ് നില 170 എത്തിയിരിക്കുന്നു. ആലപ്പുഴയിൽ UDF മുന്നിൽ. ആലപ്പുഴയിൽ AD തോമസ് മുന്നിട്ട് നിൽക്കുകയാണ്. ചേർത്തലയിൽ മന്ത്രി P പ്രസാദ് മുന്നിട്ട് നിൽക്കുന്നു. ബത്തേരിയിൽ IC ബാലകൃഷ്ണന്റെ ലീഡ് 93 ആയി. കൽപ്പറ്റയിൽ T സിദ്ദിഖ് 72 വോട്ടുകൾക്ക് മുന്നിലാണ്. കൽപ്പറ്റയിൽ T സിദ്ദിഖ് ലീഡ് നില 72. ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ 63 വോട്ടുകൾക്ക് മുന്നിലാണ്. പക്ഷേ LDF ഇപ്പോൾ 61 സീറ്റുകൾ LDF മുന്നിലാണ്. 50 സീറ്റുകൾ മാത്രമാണ്. കുട്ടനാട്, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് UDF ആണ്. റെജി ചെറിയാൻ മുന്നിട്ട് നിൽക്കുന്നു. ആലപ്പുഴ മണ്ഡലത്തിലും കുട്ടനാട് മണ്ഡലത്തിലും അമ്പലപ്പുഴയിലും മുന്നിട്ട് നിൽക്കുന്നത്. അമ്പലപ്പുഴയിൽ G സുധാകരനാണ് മുന്നിട്ട് നിൽക്കുന്നത്. കുട്ടനാട് UDF മുന്നിട്ട് നിൽക്കുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മുന്നിട്ട് നിൽക്കുകയാണ്. രമേശ് ലീഡ് നേടി. മലമ്പുഴയിൽ A പ്രഭാകരന്റെ ലീഡ് 38 ആയി. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ വീണ്ടും മുന്നിലെത്തിയിരിക്കുന്നു. 29 വോട്ടുകൾക്ക്. നേമത്ത് V ശിവൻകുട്ടിയുടെ ലീഡ് 51 ആയി. നേമത്ത് ശിവൻകുട്ടി ലീഡ് 51. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ലീഡ് താഴുന്നുണ്ട്. 112 സുരേന്ദ്രന്റെ ലീഡ് താണു എന്ന ഏറ്റവും പുതിയ വിവരം കൂടിയുണ്ട്. 112 സുരേന്ദ്രന്റെ ലീഡ് താന്നിരിക്കുന്നു. K സുരേന്ദ്രൻ 200 മുകളിൽ വോട്ടുകൾക്ക് ലീഡ് ചെയ്തിരുന്നു. ഇപ്പോൾ 112 താന്നിരിക്കുന്നു. മുരളീധരന്റെ ലീഡ് 56 ആയി. വട്ടിയൂർക്കാവിൽ 56. മാവേലിക്കരയിൽ MS അരുൺകുമാർ 389 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ ലീഡ്. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ 278. കാസർഗോഡ് ML അശ്വിനി 188 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് ML അശ്വിനി 188 വോട്ടുകൾക്ക്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ 200 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പാലായിൽ ജോസ് കെ മാണി പിന്നിൽ. മാണി സി കാപ്പൻ ലീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ ലീഡ് നേടിയിരിക്കുന്നു. പാലായിൽ നിർണായകമാണ്. ജോസ് കെ മാണി ഇപ്പോൾ പിന്നിട്ട് പോയി. അത് EVM വോട്ടുകളുടെ അപ്ഡേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. പാലായിൽ നിന്ന് വരുന്നത് രാമപുരം പഞ്ചായത്തിന്റെ കൗണ്ടിംഗ് ആണ് നടക്കുന്നത്. ശശീന്ദ്രൻ ലീഡ് തിരിച്ചു പിടിച്ചു. എലത്തൂരിൽ
മുന്നിൽ. AK ശശീന്ദ്രൻ ലീഡ് തിരിച്ചു പിടിച്ചു. കടുത്തുരുത്തി മോൻസ് ജോസഫ് 76 വോട്ടിന്റെ ലീഡ്. പാലായിൽ മാണി കാപ്പൻ ലീഡ് തുടരുന്നു. പക്ഷേ 9 വോട്ടായി ചുരുങ്ങുന്നുണ്ട് ഇപ്പോൾ. മഞ്ചേശ്വരത്ത് സുരേന്ദ്രന്റെ ലീഡ് തുടരുന്നു 112. പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടൻ 20 വോട്ടുകൾക്ക് മുന്നിലെന്ന കണക്ക് പുറത്തു വരുന്നു. കൊച്ചിയിൽ KJ മാക്സി 140 വോട്ടുകൾക്ക് മുന്നിലാണ്. നേരത്തെ ലീഡ് നില ഉയർത്തിക്കൊണ്ടിരിക്കുന്നു KJ മാക്സി. കൊച്ചിയിൽ അത് നമുക്കറിയാം, സിറ്റിംഗ് MLA കൂടിയാണ് KJ മാക്സി. അദ്ദേഹം ലീഡ് നില ഉയർത്തുന്നു. ആറന്മുള അബിൻ വർക്കിയുടെ ലീഡ് 156 ആയി. താനൂരിൽ PK നവാസ് 52 വോട്ടുകൾക്ക് മുന്നിലാണ്. വാമനപുരത്ത് DK മുരളി 49 വോട്ടുകൾക്ക് മുന്നിലാണ്. ആറന്മുളയിൽ അബിൻ വർക്കിയുടെ ലീഡ് നില 156 വോട്ടുകളിലേക്ക് ഇപ്പോൾ കുതിച്ചെത്തുന്നു. PK നവാസിന്റെ ലീഡ് 58ലേക്ക് 52-ൽ 58ലേക്ക് എത്തുന്നു. താനൂരിൽ നവാസ് അവിടെ ആദ്യഘട്ടത്തിൽ മുന്നിലാണ്. മന്ത്രി ശിവൻകുട്ടി നേമത്ത് 51 വോട്ടുകളുമായി ലീഡ് നില തുടരുന്നു. മന്ത്രി V ശിവൻകുട്ടി 51 വോട്ടുകളുമായി ലീഡ് നില തുടരുന്നു. വാമനപുരത്ത് DK മുരളി ലീഡ് നില 49ലേക്ക് എത്തിച്ചു. 30 വോട്ടുകൾ തുടങ്ങിയതാണ്. ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ 63 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന പുതിയ ഒരു കണക്ക് കൂടിയുണ്ട്. ഷാനിമോൾ ഉസ്മാൻ 63 വോട്ടുകൾക്ക് അരൂരിൽ മുന്നിലാണ്. ഉടുമ്പൻചോലയിൽ സേനാപതി വേണു ആദ്യഘട്ടത്തിലെ ലീഡ് നില ഇപ്പോഴും തുടരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. ഉടുമ്പൻചോല തിരിച്ചു ചിന്തിക്കുമോ? ഒപ്പം നെടുമങ്ങാട് GR അനിൽ പ്രതീക്ഷിച്ച പോലെ 98 വോട്ടുകൾക്ക് നെടുമങ്ങാട് അനിൽ മുന്നിലാണ്. ഏറ്റുമാനൂരിൽ VN വാസവൻ തിരിച്ചു പിടിക്കുന്നു. 301 വോട്ടിന്റെ ലീഡ് ഏറ്റുമാനൂരിൽ എടുക്കുന്നു. നാട്ടകം സുരേഷ് പിന്നോട്ട് പോയിരിക്കുകയാണ്. സ്വാധീനമുള്ള ബൂത്തിലാണ് ആദ്യം മാണി സി കാപ്പൻ ലീഡ് നേടിയിരിക്കുന്നത്. 80 വോട്ടിന് മാണി സി കാപ്പൻ UDF പാലായിൽ ലീഡ് നേടിയിരിക്കുകയാണ്. ഒരു ട്രെൻഡ്